ടി ജി ജന്തർ മന്ദിറിൽ സെൻസസ് ചലോ മാർച്ച് അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മാർച്ചാണെന്നാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. മാത്രമല്ല രണ്ടാം സ്വാതന്ത്ര്യ സമരം, നമ്മുടെ സോനം വാങ്ചുക്കിനെ രണ്ടാം ഗാന്ധി എന്നൊക്കെയാണ് അഭിജിത്ത് ഇത് പരാമർശിച്ചത്. അതിനൊപ്പം തന്നെ RSSകാർ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു. ഡൽഹി പോലീസൊന്നും അല്ല, RSSൻ്റെ ഗുണ്ടകളാണ് വന്ന് ഈ സോനം വാങ്ചുക്കിനെ തൂക്കിയെടുത്തുകൊണ്ട് പോയത് എന്നൊക്കെയാണ് അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഇപ്പോൾ മാർച്ച് നടന്നു, മാർച്ചിന് അനുമതി കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ലാത്തി ചാർജൊക്കെ നടന്നു. കുറേ സോനം വാങ്ചുക്ക് കുറച്ച് ദിവസമായിട്ട് നിരാഹാരത്തിലായിരുന്നു. അതേ ഈ ഇത്തരം അപഹാസ്യ നാടകങ്ങൾ കുറേ കാലമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ ഇതിങ്ങനെ നടക്കുന്നു. ഈ ചെറുക്കന് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു 150 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. 1000 പേരോളം കാണാനുണ്ടായിരുന്നു ജന്തർ മന്ദിറിലിങ്ങനെ 2 വശത്തൊക്കെ ആയിട്ട്. ഈ ജന്തർ മന്ദിർ ഒരു മൈതാനമാണെന്നൊക്കെ ആൾക്കാർ ധരിക്കുന്നു. അങ്ങനെയല്ല, അതൊരു റോഡാണ് ജന്തർ മന്ദിർ. അപ്പോൾ ആ റോഡ് പിന്നെ പണ്ടാറങ്ങനായിട്ട് സമരത്തിനായിട്ട് അങ്ങ് റിസർവ് ചെയ്ത് കൊടുത്തു. സുപ്രീം കോടതിയൊക്കെ ഇടപെട്ട് ആ പ്ലേസ് പ്രകടനം, ജാഥ, അത് ഇതൊക്കെ നടത്താനായിട്ട് കൊടുത്തു. അന്നവിടെ വേറെ സീരിയസ് പ്രകടനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 150 പേരാണ് അന്നുണ്ടായിരുന്നത്. അന്ന് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നുള്ള ഡിമാൻഡും ഇല്ല. CJP ഉണ്ടായ കാലത്ത് എന്ന് പറയാൻ അത്ര പഴക്കമൊന്നുമില്ല. ഉണ്ടാകുന്ന സമയത്ത് ഈ നീറ്റ് ഇഷ്യൂ ഇല്ല. ഇയാൾക്ക് ഈ ഓർമ്മയുണ്ടോ, ഈ ഇൻസ്റ്റാഗ്രാമിൽ 2 കോടി ഫോളോവേഴ്സ് ഉണ്ടായി. അതാണല്ലോ ഇയാളുടെ മഹത്വം. അന്ന് ഈ നീറ്റ് ഇഷ്യൂ ഇല്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അടിച്ചൊരു കമൻറ്റിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്മം. അന്ന് നീറ്റ് പ്രശ്നമേ അല്ല. പക്ഷേ ഇവിടെ വന്ന് ഇരുന്ന് കച്ചറ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ നീറ്റ് വിഷയം വന്ന ഉടനെ ഇയാൾ നീറ്റിൽ കയറി പിടിച്ചു. നീറ്റ് വിഷയത്തിൽ വാസ്തവത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നൽ എനിക്കും ഉണ്ടായിരുന്നു. ഞാനത് എവിടെയോ പറയുകയും ചെയ്തു. പക്ഷേ ഇവർ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നിലപാട് മാറ്റി. അങ്ങനെയാണെങ്കിൽ രാജിവെക്കുന്നില്ല, നീ പറഞ്ഞിട്ടുള്ള രാജി വേണ്ട. അപ്പോൾ അങ്ങനെ അല്പമെങ്കിലും ഈ നീറ്റ് വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാനോടൊരു ദേഷ്യം ഉണ്ടായിരുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാരെ അകറ്റാനേ ഇവരുടെ സമരം ഉപകരിച്ചുള്ളൂ. ഇവർക്കാണെങ്കിൽ ഒരു വെളിവുമില്ല. ഇന്നലെ ആ ഒരു പെങ്കൊച്ചുകാരുടെ ഗ്രൂപ്പിലെ പെങ്കൊച്ചു പറയുകയാണ്, ഇന്ത്യക്ക് ഒരേ ഒരു മുസ്ലിം പ്രധാനമന്ത്രിയേ ഉണ്ടായിരുന്നുള്ളൂ, അയാളുടെ കാലത്ത് എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അതാരും മുസ്ലിം പ്രധാനമന്ത്രി? അത് APJ അബ്ദുൽ കലാം. അപ്പോൾ ഈ TV-കാരൻ ചോദിച്ചുകൊണ്ടിരുന്ന ആൾ വടി അവിടെ നിന്ന് മാറ്റി, അച്ഛാ ടീക്ക് എന്നൊക്കെ പറഞ്ഞു. കാരണം ഈ പെങ്കൊച്ചിനോട് ഇനി വർത്താനം പറയേണ്ട കാര്യമൊന്നുമില്ല, വിവരമെന്ന് പറയുന്ന ലെവലേശയില്ല. അഭിജിത്ത് ദീപ്കെ അതുപോലെയാണ്. അവനെന്താ പറയുന്നത്, അവന് വല്ല നിശ്ചയമുണ്ട്. അവൻ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക കേട്ടോ. എത്രയോ പേര് ആവശ്യപ്പെടുന്നു നരേന്ദ്രമോദി രാജിവെക്കണമെന്ന്. ഇവനെന്ത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അവൻ ചെയ്യുന്നത്. ബാക്കിയുള്ള എത്രയോ കാലമായി മോദിയുടെ രാജി ആവശ്യപ്പെടുന്നു. ചുമ്മാ ഇതുപോലെ അർത്ഥശൂന്യമായ നാടകങ്ങൾ നടത്തുക. പക്ഷേ കാശ് മുടക്കുണ്ട്.